Royal A2 Plus. Our classes. Coulomb's law. What is Coulomb's law? Coulomb's law in electrostatics. There is a force of attraction or repulsion between charges. These charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them. അപ്പോൾ അത് ചേർത്ത് നമ്മൾ എഴുതി F is proportional to Q1 Q2 by R square. To remove this proportionality, we put a constant K. If the charges are placed in free space, then K is equal to 1 by 4 pi epsilon 0. What is epsilon 0? It is the permittivity of free space. What is its value? Epsilon 0 is equal to 8.85 into 10 raised to minus 12 coulomb square per Newton meter square. If we put this value here, K is equal to 9 into 10 raised to 9 Newton meter square per coulomb square. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളം. ഇതുപയോഗിച്ച് നമുക്ക് ഈ ചാർജിന്റെ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യാം. അപ്പം ചെയ്തു നോക്കാം. Let two charges Q1 and Q2 are placed in free space 1 meter apart. 1 meter അകലത്തിലിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം F is equal to free സ്പേസിലായതുകൊണ്ട് 9 into 10 raised to 9 Q1 Q2 by R square. ഇവിടെ R എന്ന് പറയുന്നത് 1 meter ആയതുകൊണ്ട് നമ്മൾ ആ ക്വാണ്ടിറ്റിയും കളഞ്ഞു. ഇതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയത് 9 into 10 raised to 9 Newton എന്ന് കിട്ടി. When two charges placed in free space 1 meter apart experience a force 9 into 10 raised to 9 Newton, then the charges will be 1 coulomb. So, when two charges placed in free space 1 meter apart experience a force 9 into 10 raised to 9 Newton, then the charges will be 1 coulomb. This is the definition of coulomb. പരിശോധിച്ചോളാം, പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ ഡിഫൈൻ 1 coulomb എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും it is the when two charges placed in free space 1 meter apart experience a force 9 into 10 raised to 9 Newton, then the charges will be 1 coulomb. അപ്പോൾ ഇതാണ് ചാർജിന്റെ യൂണിറ്റ്. അടുത്തൊരു ടേം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേം, അത് നമ്മൾ ഈ ഫോഴ്സ് ഒരു പോയിന്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് എന്നാണ് നോക്കുന്നത്. ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ്. ഇവിടെ Q1 ഇരിക്കുന്നു, Q2 ഇരിക്കുന്നു, Q3 ഇരിക്കുന്നു. അപ്പോൾ ഈ Q എക്സ്പീരിയൻസ് ചെയ്യുന്ന, അപ്പോൾ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ Q ഇടാം. Q എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കിട്ടുന്നത്. ദിസ് ഈസ് പ്ലസ് ചാർജ്, ദിസ് ഈസ് പ്ലസ്, ദിസ് ഈസ് പ്ലസ്, ദിസ് ഈസ് മൈനസ്. അപ്പോൾ ഇത് Q1 ഉം Q2 ഉം കാരണമുള്ളത് റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിൽ Q3 കാരണമുള്ളത് എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. സോ വി ടേക്ക് vector sum of these forces. So the net force experienced by an unit charge by number of charges is the algebraic sum of the individual forces. That is F1 plus F2 plus F3. ഇവിടെ F3 എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ വെക്ടർ സം എടുത്താൽ മതി എന്നാണ് പറയുന്നത്. So this is called superposition principle. നമ്മൾ എന്തെന്ന് പറയുന്നു? Superposition principle. The force experienced by an unit charge due to a number of charges will be the vector sum of individual forces. Individual forcesന്റെ വെക്ടർ സം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വേർഡ് നോക്കാം. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട അടുത്തൊരു വേർഡ് നോക്കാം. അതാണ്
ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ക്യൂ കൊണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇതൊരു പ്ലസ് ചാർജ് ആണെന്ന് വെച്ചു. ഇതിന് ചുറ്റാകെ ഒരു സ്പേസ് കാണും. ഒരു മറ്റൊരു ചാർജിനെ ആ സ്പേസിലെത്തിയെങ്കിൽ മാത്രമേ ഇത് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. രണ്ട് ചാർജസ് ഇൻഫിനിറ്റി ഡിസ്റ്റൻസിൽ ഇരുന്നാൽ അത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. ഒരു പ്രത്യേക ഡിസ്റ്റൻസ് എത്തിയപ്പോൾ ഇത് പ്ലസ് ചാർജ്, ഇത് ഒരു പ്ലസ് ചാർജ് ആണെന്നിരിക്കട്ടെ, ഒരു റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ എത്തണം. ഈ ഡിസ്റ്റൻസ് ഈ ചാർജിന് ചുറ്റാകെ എല്ലാ സ്ഥലത്തേക്കും ഈക്വൽ ആയി. ആ ഡിസ്റ്റൻസ് എല്ലാ സ്ഥലത്തേക്കും ഈക്വൽ ആയിരിക്കും. സോ the space around a charge where another charge experience a force, this is called the electric field of this charge. നമ്മൾ എടുത്ത പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. It is the space around a charge where another charge experience a force. അപ്പോൾ ഇത് തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് F is equal to 1 by 4 pi epsilon 0 that the charges are placed in free space. Then Q by R square. ഈ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. The force per unit charge. Force per unit charge. This is called electric field intensity. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. Therefore, ഒരു ചാർജിൽ നിന്ന് ആർ എവേ ആയിട്ടുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 into Q by R square എന്നെല്ലാം. അപ്പോൾ ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മൾ എന്തെന്ന് പറയുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. Then the force experienced by Q charge in an external field is equal to EQ. ശരിയല്ലേ? The force experienced by Q charge in an external electric field is equal to EQ. അപ്പോൾ ഒരു ചാർജിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ചാൽ it experience a force. That force is equal to EQ. Let M is the mass of the charge. M is the mass of the charge and Q is the charge. സോ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. Therefore, എം എ is equal to EQ. ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ക്യൂ ചാർജിനെ കൊണ്ടുവന്ന് വെച്ചത്. Therefore, A is equal to EQ by M. ശരിയല്ലേ? EQ by M. E എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് we have taken. Q charge taken. M mass of the charge. These are constants. ശരിയല്ലേ? അപ്പോൾ if a charge taken to an external electric field, it accelerated uniformly. And uniform acceleration ആയിരിക്കും. ഒരു ചാർജിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ it experience uniform acceleration. What is its value? EQ by M. Where Q is the charge, M is the mass of that charge. So if a charge taken to an external electric field, it experiences an uniform acceleration. അപ്പോൾ a charge Q taken to an external electric field with a mass M experience a uniform acceleration EQ by M. അതിനിടെ നമുക്ക് ഒരു external electric field എടുക്കാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി E. ഇതിലേക്ക് ഒരു ചാർജിനെ സെയിം ഡയറക്ഷനിൽ തന്നെ നമ്മൾ പാസ് ചെയ്യിക്കാൻ നോക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടുണ്ടോ അതേ ദിശയിൽ തന്നെയാണ് ചാർജിനെയും കൊണ്ടുപോകുന്നത്. ഇതിന്റെ എക്സ്പീരിയൻസ് ഫോഴ്സ് F is equal to MA. That is also equal to EQ. ശരിയല്ലേ? സോ
A is equal to EQ by M എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ if a charge entering in an external electric field in the same manner it accelerated uniformly ഒരേപോലെ അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഒരു നദിയിൽ കൂടി ഒരു വള്ളം പോവുകയാണ്, നദിയിലെ ഒഴുക്ക് എങ്ങോട്ടാണോ അതേ ദിശയിൽ തന്നെ വള്ളം തുഴയുകയും ചെയ്യുകയാണ്. എന്ത് പറ്റും? ഓരോ സെക്കൻഡിലും അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ആക്സിലറേറ്റ്. ഇനി നമുക്ക് ഈ ചാർജിനെ ഈ ഫീൽഡിന് എക്രോസ് ആയിട്ട് കടത്തി നോക്കാം എന്ത് സംഭവിക്കുന്നു. Y ആക്സിസിലാണ് ഫീൽഡ് ഇരിക്കുന്നത്, എക്സ് ആക്സിസിലാണ് ചാർജ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. എം മാസുള്ള ചാർജാണ്. അപ്പൊ നമുക്കറിയാം ചാർജ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ആക്സലറേഷൻ ഇത്രയാണെന്ന് അറിയാം. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് വേണമെന്ന് അറിയാം. പക്ഷേ ഇനിഷ്യലി അത് എൻ്റർ ചെയ്യുമ്പോൾ Y ഡയറക്ഷനിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇതേ ദിശയിലാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ടേക്സ് എ കർവ്ഡ് പാത്ത്. അതൊരു കർവ്ഡ് പാത്തിലായിരിക്കും പോകുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങളൊരു നദിയുടെ കുറുകെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ കുറുകെ നേരെ ഒരു വള്ളത്തിൽ അക്കരെ പോകാൻ പറ്റത്തില്ല. കാരണം ഒഴുക്ക് ഈ ബോട്ടിനെ തള്ളി അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 3 ഡയമെൻഷണൽ മോഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ there is a displacement in the direction of electric field. അപ്പോൾ ഈ Y ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ആക്സലറേഷൻ നമുക്കറിയാം A is equal to EQ by M. Initially in the direction of Y direction, in the direction of electric field, initially it has no velocity. Initially it has no velocity. ശരിയല്ലേ? Initially in the direction of field it has no velocity. അപ്പൊ t സമയം കഴിയുമ്പോൾ അതിന് എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ അറിയാം, ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, ടൈം നമുക്ക് t ആണ്. t സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് y ഡയറക്ഷൻ. S is equal to v0t plus half a t square. That is y ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. y is equal to v0, initial velocity 0, അപ്പോൾ ഈ ക്വാണ്ടിറ്റി 0 ആയി. half eq by m t square. ഇവിടെ ഹാഫും eq by m കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് y is equal to a constant into variable square. a constant into variable square. വേരിയബിൾ എന്ന് പറയുന്നത് ടൈം ആണെന്ന് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ y ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് a x സ്ക്വയർ എന്ന് കിട്ടി. നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചാണ്. ദിസ് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പരാബോള. പരാബോളയുടെ ഇക്വേഷൻ ആണ്. ദാറ്റ് മീൻസ് എ ചാർജ് എൻ്ററിംഗ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ട്രാൻസ്വേഴ്സ് മാനർ ടേക്സ് എ പരാബോളിക് പാത്ത്. അതെങ്ങനെ മൂവ് ചെയ്യും? പരാബോളിക് പാത്തിലായിരിക്കും മൂവ് ചെയ്യും.